ഇന്ന് നമുക്ക് ടെറസിൽ മത്തൻ നടാൻ പോവാം. നല്ലൊരു മത്തൻ്റെ തൈ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ പയർ നിന്നേരുന്ന ആ ഒരു ചാക്കിലാണ് കേട്ടോ മുളച്ച് വന്നിട്ടുള്ളത്. അപ്പം നിറച്ചും പുല്ലൊക്കെ ആ ചാക്കിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊക്കെ മാറ്റുന്നതിൻ്റെ കൂട്ടത്തിലാണ് പയർ നിന്നേരുന്ന ഒരു ചാക്കായിരുന്നേ. അപ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ള പുല്ലും ഇതൊക്കെ മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ അതിലൊരു നല്ലൊരു മത്തൻ്റെ തൈ മുളച്ച് വന്നത് കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പയറിനെ അതിൽ മാറ്റ പയർ ഏകദേശമൊക്കെ അതിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയറിനൊക്കെ അതിൽ നിന്ന് മാറ്റി പയർ തൈയൊക്കെ മാറ്റി പിന്നെ അതിലുള്ള കുറേ പുല്ലും കുറേ സംഭവങ്ങളുണ്ടായിരുന്നു പുല്ലൊക്കെ. അപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റിയിട്ട് മത്തൻ മാത്രം അതിൽ സെറ്റ് ചെയ്ത് വെച്ച് നല്ല അടിപൊളിയായിട്ട് വളമൊക്കെ കൊടുത്ത് നമുക്കിതിനെ സെറ്റാക്കി എടുക്കാം മത്തനെ. അപ്പോൾ ആ പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു നമ്മുടെ പയർ നിന്നേരുന്ന ഒരു ഏരിയയിൽ നിന്ന് ഇതിനെ മാറ്റിയിട്ട് നമ്മുടെ വാളരിപ്പയറില്ലേ, കൊത്തപ്പയറല്ല കേട്ടോ, വാളരിപ്പയർ അതാണെങ്കിൽ ഉണ്ടാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് മാറ്റുകയാണ്. അവിടെ ഓൾറെഡി ഞാനൊരു മത്തൻ്റെ ഇതുപോലെ മുളച്ച് വന്നൊരു മത്തന് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിനും നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളമൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി വെക്കണം. എന്നാലാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മത്തൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ ചേന നിൽക്കുന്നുണ്ട്. ചേന നന്നായിട്ട് മുളച്ച് പൊന്തി വന്നിട്ടുണ്ട്. 2 തൈ കാണാനുണ്ട്. ഇതെങ്ങനെയാണ് ഒരു വിത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ 2 തൈ മുളച്ച് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അതിൻ്റെ ചുവട്ടിൽ കുറേ പയറും വിത്തിട്ടിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വാളരിപ്പയർ ഇതാ പൂവൊക്കെ ഇട്ടിട്ട് പൂവിടാനായിട്ട് മുട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതേപോലെ വേറൊരു കൊലം കൂടിയും അപ്പുറത്തുണ്ട്. അപ്പം ഞാൻ ഈ ഒരു നമ്മുടെ ഈ മത്തൻ്റെ ചാക്കിൽ കുറച്ച് ഫില്ലിങ്സ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഇതിനെ വെച്ച് കൊടുക്കുന്നത്. മത്തങ്ങ കായ ഉണ്ടാവാൻ എല്ലാവർക്കും ഭയങ്കര പണിയാണല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല രീതിയിൽ വെള്ളമൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് മത്തങ്ങ കായ പിടിക്കും കേട്ടോ. അതിനൊരു ചെറിയൊരു സൂത്രപ്പണിയുണ്ട്. ഈ മഴക്കാലത്ത് ഇതിൻ്റെ പരാഗണം ശരിക്കും നടക്കില്ല. നമ്മൾ ഈ ചെറിയ ജീവികളൊക്കെ വന്നിട്ടുള്ള പരാഗണം ഈ മഴക്കാലത്ത് കറക്റ്റായിട്ട് നടക്കില്ല. അപ്പോൾ ഇതിന് മുകളിൽ ഉണ്ടാവുന്ന ആൺപൂവും പെൺപൂവും ഉണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള പരാഗണം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മത്തനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പൂവൊക്കെ ഇട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ ചാക്കിൽ കുറച്ച് കരിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ ഒരു മത്തൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മത്തനൊന്നും കൂടി നല്ല വളക്കൂറുള്ള മണ്ണാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയൊക്കെ അല്ലേ? ഇവിടെയും മഴയും വെയിലും അങ്ങനെയൊക്കെ ആയിട്ട് ടെറസിൻ്റെ പുറത്തൊന്നും ഇപ്പോൾ എപ്പോഴും കയറാനൊന്നും പറ്റാറില്ല. കയറാൻ പറ്റിയ സമയത്തൊക്കെ ഞാനത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് നമുക്കത് നനച്ചു കൊടുക്കേണ്ട പണിയൊന്നും ഇപ്പോൾ വല്ലാണ്ടില്ലല്ലോ. അപ്പം മഴ ഇല്ലാതെ നിൽക്കുന്ന ദിവസം വന്നു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പത്തിനും പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും മഴ പിന്നെയും വരും. അപ്പം അത് കാരണം അങ്ങനെ തട്ടിമുട്ടിയിട്ട് നമ്മുടെ എല്ലാ കൃഷിയും ഇങ്ങനെ സാധാരണ ഒരു ഇതിലിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 മത്തൻ്റെ തൈ ഉണ്ടായിരുന്നു. അപ്പോൾ 2ലും ഞാൻ നന്നായിട്ട് 2 ചാക്കിൽ നന്നായിട്ട് കരിയില കുത്തി നിറക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊടുക്കുന്നത് പിന്നെ കുറേ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങോട്ട് ടെറസിൻ്റെ പൊക്കത്തേക്ക് എടുത്തു കൊടുത്തിട്ട് അത് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ കരിയിലയും ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് 2 എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാ വേസ്റ്റും ഉണ്ട്. പഴത്തൊലി, അതുപോലെ ക്യാരറ്റിൻ്റെ തൊലി, പിന്നെ ചായപ്പിണ്ടി, പിന്നെ പപ്പായ അഴിച്ചതിൻ്റെ അതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി പപ്പായയുടെ വിത്തൊക്കെ ഇനിയിപ്പോൾ അതിൽ മുളച്ച് വരും. അപ്പോൾ നമുക്കതൊക്കെ പറിച്ച് മാറ്റി കളയണം, എന്നാലേ മത്തങ്ങ നല്ലപോലെ ഉണ്ടാവുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളേ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു സംഭവം ഉണ്ടായി, കാണിച്ചു തരാം. ഒരെണ്ണത്തിൽ നമ്മുടെ വീട്ടിലത്തെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടെങ്കിൽ മറ്റേതിൽ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറിയുടെ വേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇന്ന് കൊണ്ടുവന്നതായിരുന്നു പച്ചക്കറിയുടെ വേസ്റ്റ്. അപ്പോൾ ഞാൻ അത് കയ്യോടെ തന്നെ ഇതിൽ കൊടുന്നിടാമെന്ന് വിചാരിച്ചിട്ട് ടെറസിൽ കയറിയതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ആ കവർ ഇങ്ങനെ കൊട്ടിയ സമയത്തെ നല്ല മുളക്, പച്ചമുളക്. അപ്പോൾ അത് നന്നായിട്ട് പഴുത്ത മുളകും ഉണ്ട്, പിന്നെ പച്ച കളറിലുള്ള മുളകും ഉണ്ട് കേട്ടോ. നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് 2-3 എണ്ണം ഉണ്ടാവുള്ളൂ, എന്നാൽ അത് വിത്താക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണക്കി വിത്താക്കി വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറക്കി ഇട്ടപ്പോൾ ഇതാ നിറയെ പച്ചമുളക്. ഞാൻ എന്നെ അമ്പരന്ന് പോയി. ഇത് എത്ര മുളക്? ഒരു 1/2 കിലോ മുളകുണ്ടാവും.
അപ്പം ഞാൻ വിചാരിച്ചത് ഇനി നമ്മളിത് വേസ്റ്റിലിടണ്ട, നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് തന്നെ ഉപയോഗിക്കാമല്ലോ. ഫ്രിഡ്ജിൽ നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി ഒരു ഡപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് കറിയിലേക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ്. ഇനി ഞാൻ അന്ന് തന്നെ ടെറസൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് ഒക്കെ അടിച്ച് നല്ല ഇതായിട്ടൊക്കെ ഇടുന്നായിരുന്നത്, കച്ചറൊക്കെ ആയിട്ട്. അപ്പോൾ ഒക്കെ അടിച്ചു വാരി നല്ല അടിപൊളിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് മണ്ണും സംഭവങ്ങളൊക്കെ ഉണ്ട്, പൊടിമണ്ണ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ആ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതാ ഈ ഒരു മണ്ണാണ്, ടെറസ് വൃത്തിയാക്കിയിട്ടുള്ള ഈ മണ്ണാണ് കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണ് ഉണ്ടാവാൻ കാരണം നമ്മൾ ഓരോ നടുന്ന സമയത്ത് ചട്ടിയിൽ ആ ഒരു മണ്ണിങ്ങനെ ഇടുമ്പോൾ ഓരോ ചാക്കിൽ ഇത്തിരിയേച്ച മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെയൊക്കെ വീണിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടിച്ചു കൂട്ടി, അതുപോലെ പുല്ലൊക്കെ പറിച്ച് കളയുമ്പോൾ അതിൻ്റെ താഴെയുള്ള മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഓരോ ടെറസ് ഇച്ചിരി അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സൈഡ് വൃത്തിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു മണ്ണ് തന്നെ ഞാനിതിൻ്റെ മുകളിലേക്ക് പച്ചക്കറിയുടെ വേസ്റ്റിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത്, ഇങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കണം നമ്മൾ. എന്ത് കരിയിലിട്ട് കൊടുത്താലും അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ മേലിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് നല്ല അടിപൊളിയായിട്ട് തന്നെ വളവും ഒക്കെ ആയിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി മത്തങ്ങ ഉണ്ടായില്ലെങ്കിലും മത്തൻ്റെ ഇല നമുക്ക് എടുത്ത് കറി വെക്കാമല്ലോ. അതുപോലെ തന്നെ പൂവും പൊട്ടിച്ചിട്ട് നമുക്ക് മുട്ടൊക്കെ ഇട്ടിട്ട് ചിക്കാം പൂവൊക്കെ. അപ്പം മത്തൻ പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ പൂവ് ആൺപൂവുണ്ടാവും പെൺപൂവുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോക്കണം. അങ്ങനെ നോക്കിയിട്ട് വേണം അതിൻ്റെ ആ ഒരു സംഭവം പരാഗണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മത്തങ്ങ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് മത്തങ്ങ ഉണ്ടാവാൻ പണിയാണ്. ഇല കിള്ളിയിട്ട് നമുക്ക് വല്ല ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനേ പറ്റുള്ളൂ. എന്നാലും മത്തൻ്റെ ഇല നല്ല ഗുണമുള്ള ഇല ആയ കാരണം കായ ഉണ്ടായിട്ടില്ലെങ്കിലും നമുക്ക് ഇല പറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കാം. നല്ല തോരനും സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അന്ന് ഇച്ചിരി വെയിലുള്ള ദിവസമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നന്നായിട്ട് നനച്ചു കൊടുത്ത്. ഇനി എൻ്റെ വാളരിപ്പയറൊക്കെ നല്ല ഉഷാറായിട്ട് വരണം. അപ്പോൾ ഇതാ നമ്മുടെ പച്ചമുളക് അതിൻ്റെ ആ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച്, നല്ല സൂപ്പർ മുളകാണല്ലേ, കാണുമ്പോൾ തന്നെ എന്താണ്. അപ്പോൾ എന്താണ് അപകടക്കാരന് അബദ്ധത്തിലിട്ട് പോയതായിരിക്കും. ആ പഴുത്ത മുളകിനെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക ചീഞ്ഞുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇട്ടതായിരിക്കും. എന്തായാലും ഞാനതൊരു ഡപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ കറിയിലേക്ക് ഉപയോഗിക്കാം. ഓൾറെഡി ഇവിടെ മുളക് ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഈ ബോക്സിൽ ഇരിക്കട്ടെ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതിപ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും എടുക്കാറൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് ഇത് ഉണക്കിയിട്ട് പച്ചമുളകാക്കിയിട്ടൊക്കെ വെക്കാറുണ്ട് ചില സമയത്ത്. അപ്പം നല്ല മത്തങ്ങൊക്കെ ഉണ്ടാവട്ടെ. അപ്പം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.